ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമായ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. 2 കപ്പ് ബാസ്മതി റൈസ് അരമണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സോയ വേവിച്ചെടുക്കണം. 1 കപ്പ് സോയ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റ് നല്ലതുപോലെ തിളയ്ക്കുമ്പോഴേക്കും സോയ വെന്ത് കിട്ടും. ചെറിയ ടൈപ്പ് സോയയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് കടായിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി വേവിക്കാനാണ്. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വിനേഗർ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനേഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. തുറന്ന് നോക്കിയപ്പോൾ വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടില്ല, എന്നാലും അരി 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടുണ്ട്. ചെറുതായിട്ട് കുഴഞ്ഞതുപോലെയാണ് ഇരിക്കുന്നത്. അരി കുക്കായിട്ടുണ്ട്. ഇത് ചൂടാറുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ മാറ്റി വയ്ക്കാം. ഇനി ഒരു ഉരുളി എടുത്തിട്ടുണ്ട്. ഏത് പരന്ന പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രൈഡ് റൈസിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതിലോട്ട് ഒരു 4 എഗ്ഗ് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. എഗ്ഗ് ഇവിടെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഫ്രൈഡ് റൈസ് റെഡിയാക്കുന്നത്. അതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ബട്ടർ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് നമ്മുടെ ഫ്രൈഡ് റൈസിന് കിട്ടുന്നത്. ഇനി 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കാം. മൂത്ത് വരുമ്പോൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കാബേജ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് യെല്ലോ ക്യാപ്സിക്കവും 1/4 കപ്പ് ഗ്രീൻ ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ഏത് കളറാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ചേർത്ത് അധിക സമയം വഴറ്റി വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസിൻ്റെ കളർ ചേഞ്ച് ആവാതിരിക്കാനും ഫ്രൈഡ് റൈസിന് ടേസ്റ്റ് കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇനി ചിക്കൻ സ്റ്റോക്കാണ് ചേർക്കുന്നത്. ഒരു പീസ് ചിക്കൻ സ്റ്റോക്ക് 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തതാണ്, അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചിക്കൻ സ്റ്റോക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അത് ചേർത്താൽ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് കൂടി കിട്ടും. ഇതിലേക്ക് സോയ വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ സോയ ആയതുകൊണ്ട് മുഴുവനോടെയാണ് ചേർക്കുന്നത്. ഇനി കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സെലറിയും സ്പ്രിംഗ് ഓനിയനും കട്ട് ചെയ്തതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കണം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല, കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം.
2 മിനിറ്റ് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ഫ്രൈഡ് റൈസിൻ്റെ സെയിം ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം.